അടിക്കണല്ലേ? കുറച്ച് ബാക്കോടും
Good evening all. ഇവിടെയും അതല്ല മറ്റു ജില്ലകളിലുള്ള ഒരുപാട് സ്നേഹനിധികൾക്ക് നൽകിക്കൊണ്ട് അടുത്ത 10 വർഷക്കാലം കൊണ്ട് അവരെയെല്ലാം, അതായത് 28,000 പേരെ കോടീശ്വരന്മാരാക്കാൻ പോകുന്ന പറഞ്ഞതെല്ലാം, അക്കമിട്ട് പറഞ്ഞതെല്ലാം അതിനു മുന്നേ ചെയ്തു തീർക്കാൻ കൽപ്പുള്ള ഒരു ഡോക്ടർ നിഷാദ് അബൂബക്കർ സാർ, ബ്രെയിൻ ഓഫ് ജസ്പേഡ്, അതിന്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇതല്ല അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതുപോലെയല്ല, ഇതല്ലട്ടോ, ഇതിനേക്കാളും അപ്പുറം ഏറ്റവും നന്മ നിറഞ്ഞ ഒരു സ്ഥാനം കൂടി ഏറ്റെടുത്തുകൊണ്ട് വിജയരഥത്തിലേറിക്കൊണ്ട് ഇവിടെ നമ്മൾക്കായി പുഞ്ചിരിയോടെ കയറി വന്ന മിസ്സിസ് സരയു കൊണ്ടിക്കട്ടെ ജസ്പേരിന്റെ സ്നേഹം മനോഹരമായ കയ്യടി. അതിലേറെ നമുക്ക് പുൽപ്പള്ളിയുടെ അനുഗ്രഹീത വ്യക്തിത്വം ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ അവർ ജസ്പേരിനൊരു സ്നേഹമുണ്ട്. വരുന്ന അതിഥികളെ ഏറ്റവും അനുഗ്രഹീതമായി അനുഗ്രഹിക്കാൻ നല്ലൊരു ക്ലാപ്പ് അദ്ദേഹത്തിന് കൊടുക്കണം സ്നേഹപൂർവ്വം. ഒപ്പം പ്രിയമുള്ളവർ, ഇന്ന് വിദേശങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശങ്ങളിൽ ദഹലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ നമ്മളിതാ ഉദ്ഘാടന ചടങ്ങിന്റെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങൾക്ക് പ്രകൃതിയുടെ സ്നേഹം മഴയായി പെയ്തിറങ്ങി കഴിഞ്ഞു. യെസ് ഓർ നോ? ആ ഇവിടെ സമയം ഞാനൊന്ന് എന്നെ തന്നെ പിച്ച് നോക്കി, ഇത് യാഥാർത്ഥ്യമാണോ? കാരണം 2023 ഡിസംബറിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇത്തരത്തിലുള്ള പ്രൊജക്ടിനെ കുറിച്ചൊന്നും വലിയ അറിയില്ല. നമ്മൾ പുതിയൊരു പരീക്ഷണമാണ്. പല തിരക്കുകൾ ഉണ്ടായിട്ടും എത്തിച്ചേർന്ന നമ്മുടെ ഇന്നുമായി സ്വാഗതം ചെയ്തു. അതോടൊപ്പം വേദിയിൽ നിങ്ങൾക്കറിയാം ഹാർദവമായി സ്വാഗതം ചെയ്തു. ലണ്ടനിൽ നിന്നായിരുന്നു അല്ലെ? ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഡാലിയ ടൈക്കൂൺ എന്ന് പറയാം, അദ്ദേഹത്തെ ഇവിടെ നിന്ന് എത്തിച്ചേരാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഡാലിയ ഗ്രൂപ്പിന്റെ ചെയർമാൻ മിസ്റ്റർ ഹംസ അവர்களെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഓണർഷിപ്പ് ഇല്ലാതിരുന്ന നിങ്ങൾ ഇന്ന് അല്ലെ ഇവിടെ ഞങ്ങള് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. വയനാട്ടിലേക്ക് വരാൻ കൊണ്ട് 65 കോടി രൂപയാണ് ഓരോ വർഷം. ഒന്ന് കൂട്ടി നോക്കി, 90 കോട്ടേജ് 360 ദിവസം വാടകയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന റവന്യൂ ആണ് 67 കോടി രൂപയാണ്. ഈ 67 കോടി രൂപ വയനാട്ടിലേക്ക് വരുമ്പോ ഇനി വയനാടിൽ ഉണ്ടാവാൻ പോകുന്നു. നിങ്ങൾക്കറിയാം, ചൂരൽമല ഉണ്ടായ ദുരന്തത്തിന് ശേഷം ടൂറിസം മേഖല സ്റ്റക്കായി നിൽക്കുന്ന ഈ സാഹചര്യം മൂന്നാറിലേക്ക് നമ്മൾ തുടങ്ങാൻ പോയ പ്രൊജക്റ്റ് ആണ്. കാരണം മൂന്നാറിലേക്ക് എന്തുകൊണ്ട് നമ്മൾ തുടങ്ങിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഇനി അങ്ങോട്ടേക്ക്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ റിസോർട്ടിന്റെ പ്രത്യേകത, ഇതിൽ ഇൻവെസ്റ്ററായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 4 തരത്തിലുള്ള ബെനിഫിറ്റുകളാണെന്ന് എല്ലാവർക്കും അറിയാം. സാൻഡൽവുഡ് കൾട്ടിവേഷൻ കിട്ടുന്ന ഒരു അഗ്രികൾച്ചർ ഇൻകം. 3, ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾക്ക് റെക്കമെൻഡ് ചെയ്താൽ കിട്ടുന്ന റെന്റൽ കമ്മീഷൻ. അതിനേക്കാൾ ഉപരി ഓരോ 10 വർഷം കൂടുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാകുന്ന വർധനവ് അല്ലെ, അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ലാഭം, ആ പ്രോഫിറ്റ്, അങ്ങനെ 4 തരത്തിലുള്ള പ്രോഫിറ്റ് കിട്ടുന്ന വലിയ ഒരു പ്രൊജക്റ്റ് ആണ് ഇന്ന് ഇവിടെ നിങ്ങൾക്കായി തുറന്നു തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷം കൂടെ ഈ സമയത്ത് അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം
ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാധ്യമ പത്രത്തിന്റെ അവരുടെ ഓഫീസേഴ്സ് വന്നിരുന്നു. പിന്നെ രാവിലെ നമ്മളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നോവേറ്റീവ് ടൂറിസം എക്സലൻസ് അവാർഡ് 2025 അതും നമുക്ക് സമ്മാനിക്കുന്നത് കേരളത്തിന്റെ ടൂറിസം മിനിസ്റ്റർ റിയാസ് അവർ തന്നെയാണ്. ഒരു അവാർഡ് അദ്ദേഹത്തിന് വാങ്ങിയുള്ളൂ. അപ്പൊ ഈ സന്തോഷം ഈ വേളയിൽ അതുകൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അപ്പൊ ഇനി സ്നേഹത്തോടെ ഐശ്വര്യത്തോടെ അനുഗ്രഹീത കലാകാരി സരയു, ബഹുമാനായ എം ഡി നിഷാദ് സർ, ചെയർമാൻ സർ, ബഹുമാനായ സർ, ബഹുമാനായ ദിലീപ് സർ, സ്നേഹിതർന്ന രാഹുൽ സർ, എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഞാനിപ്പോ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളെല്ലാവരും ഒരു കുടുംബമാണ്. ഞാൻ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മൈക്കിന് മുമ്പിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്? അതെ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ സംസാരിച്ച് തുടങ്ങേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാർഷിക മേഖലയിൽ ഊന്നി നിൽക്കുന്ന ഒരു സ്ഥലം, ഒരു പ്രദേശത്തെ കൈത്താങ് ആവശ്യമായ ഒരു സമയത്ത് ചേർത്ത് പിടിക്കാൻ കാണിച്ച ജസ്പേഡിന്റെ ഒരു വലിയ മനസ്സ് തന്നെയാണ്. അവിടെ തന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ട ആവശ്യകതയുണ്ട്. കാരണം വളരെ എളുപ്പത്തിൽ വേറൊരു മേഖലയിലേക്ക്, വേറൊരു സ്ഥലത്തേക്ക് പോകാമായിരുന്ന ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു പ്രദേശം സ്നേഹപൂർവ്വം തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് തന്നെ സൂചിപ്പിക്കുന്നത് അവരുടെ ഒരു മാനുഷികതയും ഒരു കാരുണ്യം നിറഞ്ഞ ഒരു മനസ്സും തന്നെയാണ്. മേഖലയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരവർക്ക് സമ്പന്നരാകാനും അവരവർക്ക് വഴിതെറ്റി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഈ വഴി നീക്കി മുമ്പോട്ട് പോകുമ്പോൾ കൂടെ ഉള്ളവരെ കൂടെ ചേർത്ത് പിടിക്കണം. അല്ലെങ്കിൽ ഇത് ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണണം എന്ന് എല്ലാവരും പറയും. സ്വപ്നം കാണാൻ എല്ലാവരും പഠിപ്പിക്കണം. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളെല്ലാവരും പറയുന്നത് സ്വപ്നങ്ങൾ കാണും. എങ്ങനെ ഈ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തും? അതിനൊരാൾ വഴി കാണിക്കാൻ മുമ്പിൽ വേണ്ടേ? അതിന് ഞാൻ സാറിന് തുടങ്ങിയതേ ഉള്ളൂ. നിയാസക്കും അതേപോലെ തന്നെയാണ്. ഞങ്ങൾ ആക്ച്വലി അമ്മ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, ആർട്ടിസ്റ്റുകളുടെ. അമൃതമാണ്, പരിചയമാണ്. അവിടെ മുതൽ വ്യക്തമായിട്ട് അറിയാം എനിക്ക് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും മുതലാളിയും വരെ കാണാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എനിക്ക് നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണാം, ഹൃദയത്തിൽ നിന്ന് വരുന്ന പുഞ്ചിരിയും സന്തോഷവും എനിക്ക് കാണാം. അത് നൽകുന്ന, എനിക്ക് കിട്ടുന്ന സന്തോഷം അതിലേറെ വളരെ വലുതാണ്. അപ്പൊ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ, ഒരു പടി കടന്നു പോകുമ്പോൾ കൂടെ നമുക്കും ഒരാൾക്ക് ഒരു കൈത്താങ്ങ് നൽകാൻ പറ്റുന്നുവെങ്കിൽ അതിന് ശ്രമിക്കാൻ സാധിക്കട്ടെ. ഇദ്ദേഹമൊക്കെ തുടങ്ങി വെച്ച ഒരു വലിയ ശ്രമത്തിന്റെ എളിയ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളവരെയും അതേപോലെ ചേർത്ത് പിടിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇപ്പൊ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും പറയും ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്നൊക്കെ പാട്ടിൽ കേട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ യാഥാർത്ഥ്യമാകും, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ കടന്നു വരും എന്നുള്ളത് എത്ര എളുപ്പത്തിലാണ്, എത്ര മനോഹരമായിട്ടാണ് ജസ്റ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള കാര്യമാണ് ഇവരോട് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്തായാലും ഈ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളും കാലങ്ങളും ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ചിങ്ങം 1 ഒരു ശുഭമുഹൂർത്തം എന്നാണ് നമ്മൾ പറയാം. നല്ല ദിവസത്തിന്റെ തുടക്കം എന്നാണ് പറയാം. മഴ എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ തുടക്കമാണ് എന്നാണ് നമ്മൾ പറയാം. മഴ പെയ്യുന്ന ഒരു ചിങ്ങ പുലരിയിൽ ഈ ഒരു വലിയ സ്വപ്നത്തിന്റെ, വലിയ യാത്രയുടെ ഏറ്റവും ചെറിയ തുടക്കം, എളിയ ഗംഭീരമായിട്ടുള്ള തുടക്കത്തിന്റെ ഭാഗമാവാനായിട്ട് ഈ എളിയ കലാകാരിയെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് തുടക്കം കുറിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ തുടങ്ങും. ഹംസ സാഹിബ്, ഹംസ സാഹിബിനെ വേറെ ആദരവോടെ വാക്കുകൾക്കായിട്ട് ഈ ധന്യമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ആദ്യം ഹംസ സാഹിബ്. ഇവിടെ ഒരുപാട് എനിക്കൊന്നിന് ജസ്പേഡിന്റെ കാര്യം പരാമർശിക്കാനാണോ നമ്മുടെ ആങ്കർ റാഫി സാഹിബ് ഇവിടെ കൂടുതൽ സമയം എടുത്തത്, അത് എന്നെ പുകഴ്ത്താനാണോ എന്നറിയില്ല. വെറും 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം, അതിൽ തന്നെ തോറ്റതാണ്. ഇന്നിപ്പോ
റാഫി പറഞ്ഞ പോലെ തന്നെ യൂറോപ്പ്, ഇന്ത്യ, ഗൾഫ് രാജ്യങ്ങളിൽ 2-3 സ്ഥലങ്ങൾ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെല്ലാം ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുമ്പോഴും ജസ്പേഡിന്റെ ഈ വളർച്ച കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ അസൂയയാണ്. ശരിക്കൊരു കച്ചവടക്കാരനാണെന്നുള്ള നിലക്ക് അത് സ്വാഭാവികമാണ്. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ശരിക്ക് ഒരു നിമിഷം എനിക്കൊന്ന് അദ്ദേഹത്തെ തൊട്ടു വണങ്ങണം. അങ്ങനെ നേരെ സ്നേഹപൂർവ്വം ഇതാ ഈ ആദരവ് നിങ്ങൾ നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഇതേ വേദിയിൽ ആദരിക്കാൻ ബഹുമാനായ അബ്ദുള്ള ഹംസ എന്ന കൊണ്ടാമ്പള്ളി ഹംസ സാഹിബ് നല്ലൊരു കാര്യം, അതെ, ചെറിയൊരു കാര്യം കേട്ടോ. ആതുര സേവനങ്ങളും മറ്റുള്ള കാര്യങ്ങൾ ചേർത്തല്ല, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഒരുപാട് ചെയ്യുന്ന മനുഷ്യനാണ്. കുറച്ച് ഇനിയും ആ മനസ്സും അനുഗ്രഹങ്ങളും തരട്ടെ. ഒപ്പം ഇടക്കിടക്ക് ഈ 2 ഉത്തർപ്രദേശിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട്, കർണാടകയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുമ്പോ എടുത്തിട്ട് മാറില്ല കേട്ടോ, ഫോട്ടോ എടുക്കണ്ടേ. അടുത്തതായിട്ട് നല്ല ഒരു പാട്ടിനായിട്ട്